നമുക്കിപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ അവിൽ മിൽക്കോ നല്ല ജ്യൂസോ ഒക്കെ എന്താണ് വീട്ടിലുള്ളതെന്ന് വെച്ചാൽ ഒരു പഴമുള്ളൂ, ഒരു പഴം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലൊന്നും ഇല്ലാതെ തന്നെ ജ്യൂസ് അടിക്കാനൊക്കെ പറ്റും. ഇത് ജ്യൂസ് അടിക്കുന്ന പഴമാണ്. അല്ലെങ്കിൽ റോബസ്റ്റ് ഏത് പഴമാണെങ്കിലും നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ദാഹവും മാറും, വിശപ്പും മാറും, നമ്മുടെ ഒരു പരവേശം ആ ഒരു ക്ഷീണമൊക്കെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് നട്സുകളൊക്കെ പൊടിച്ച പൊടിയാണ്, അതുകൊണ്ട് അത് സെപ്പറേറ്റ് എടുത്തിട്ടില്ല. ഒരു ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, കട്ടപ്പാലാണ്, പാലെടുത്തിട്ടുണ്ട്, പഴം പഴം ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റോബസ്റ്റാണ് നല്ലത്, അല്ലെങ്കിൽ കദളിപ്പഴമാണ് നല്ലത്. ഇത് കദളിപ്പഴമല്ല. അപ്പോൾ നമുക്ക് അവൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവൽ ഇതൊന്ന് ചൂടാക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സേ ഉണ്ടാക്കുന്നുള്ളൂ, ഇവിടെ ആരുമില്ല. അപ്പോൾ അധികം ഉണ്ടാക്കി കളയണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് കട്ടാവില്ലിരുന്നു കേട്ടോ. പഴം ജ്യൂസ് അടിച്ച് അപ്പം തന്നെ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കട്ടാവും, വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല, കുറച്ചെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു സാധനങ്ങൾ വെച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമായിട്ട് കുടിക്കാം. നല്ല സന്തോഷമല്ലേ പിള്ളേരൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പഴം ഒന്ന് അടിക്കാം. അപ്പോൾ ഞാൻ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാൽ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള. അതുപോലെ തന്നെ ഈ നട്ട്സും എൻ്റെ പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. നല്ല പോലെ ഒന്ന് ഇത് അടിച്ച് കൊണ്ടിട്ടെ. കുറച്ച് പാലിൽ ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പഞ്ചസാര ഇങ്ങനെ ഷുഗറൊക്കെ ഉള്ളവരുണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ തേൻ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ശർക്കര അതിലും ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പോലെ അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കാണാം, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴത്തേക്ക് ഇത് കട്ടായി. ഇനി ഇതിലോട്ട് പാലിട്ട് കൊടുക്കാം. പാലില്ല, അവിലിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് വീണ്ടും ഇടയ്ക്ക് കൊടുക്കാം. ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിലിപ്പോൾ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഐസ്ക്രീമും ഒക്കെ ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് അല്ലാതെ ഒന്ന് ഇതിലോട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജാറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടിയും അവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ നട്ട്സ് പൊടിച്ച പൊടിയാണ് അധികം ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് നട്ട്സിൻ്റെ പൊടി ഇപ്പോൾ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. തണുപ്പിൽ കുടിക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നുള്ളൂ കേട്ടോ അവൽ മിൽക്ക്. കണ്ട, ഇനിയിപ്പോൾ നമുക്ക് ഇത് കോരി കുടിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വല്ല ചോക്ലേറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒഴിച്ച് കൊടുക്കാം. അതൊന്നും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവൽ മിൽക്കാണ്.